നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കേരളം. പോർമുഖം തുറന്ന മുന്നണികളും നേതാക്കളും. ശക്തമായ പോരാട്ടത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ. തുടരാൻ ഇടതുമുന്നണിക്ക് മൂന്നാം ഊഴം നിർണായകം. ഐക്യജനാധിപത്യ മുന്നണിക്ക് അഭിമാനവും അതിജീവനവുമാണ് തിരിച്ചുവരൽ. BJPക്ക് പ്രതീക്ഷയും പരീക്ഷണവും. വിശദമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏപ്രിൽ പകുതിയോടെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പുണ്ടായേക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം എത്തും. കേരളത്തോടൊപ്പം തമിഴ്നാടും ബംഗാളും അസമും പുതുച്ചേരിയും ജനവിധി തേടും. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. 2 ടേം വ്യവസ്ഥ CPM-ഉം CPI-യും കർശനമാക്കില്ല. UDF-ൽ ലീഗിന് കൂടുതൽ സീറ്റ് നൽകിയേക്കും. NDA-യിൽ അധിക സീറ്റ് ആവശ്യപ്പെട്ട BDJS. ശബരിമലയിൽ വൻ കവർച്ചയ്ക്കായി ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് SIT. സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് ഒക്ടോബറിലെന്ന് ഹൈക്കോടതിയിൽ SIT. പുനർജനിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനുമായി അവിശുദ്ധ ബന്ധമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. വിദേശയാത്രാ ചെലവ് വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ. വിദേശ പണം കൈകാര്യം ചെയ്തത് പ്രത്യേക അക്കൗണ്ടിൽ. പണം സ്വരൂപിച്ച ട്രസ്റ്റും ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കാത്തത് സംശയകരമെന്നും റിപ്പോർട്ട്. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. കളമശ്ശേരിയിൽ പൊതുദർശനം. ഖബറടക്കം നാളെ 10 മണിക്ക് ആലുവയിലെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ. വിടവാങ്ങിയത് MSF-ലൂടെ രാഷ്ട്രീയത്തിലെത്തിയ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ്. ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC. ഈ മാസം 5-ാം തീയതിയിലെ കണക്കുകൾ പ്രകാരം നേടിയത് 13 കോടി 1 ലക്ഷം രൂപ. ജീവനക്കാരെയും മാനേജ്മെന്റിനെയും അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ചതിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി AEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. സംഭവം മറച്ചുവെച്ച സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്ന് ശുപാർശ. പ്രധാന അധ്യാപികയ്ക്കും ക്ലാസ് ടീച്ചറിനും നോട്ടീസ്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. തമിഴ്നാട്ടിലെ തിരുപ്രങ്കുണ്ട്രം മലയിലെ കൽസ്തംഭത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ അനുമതി. ദീപം കത്തിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന DMK സർക്കാരിന്റെ വാദങ്ങൾ കോടതി തള്ളി. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്ക് CBI സമൻസ്. ഡൽഹി ഓഫീസിൽ ഈ മാസം 12-ന് ഹാജരാകണമെന്ന് നിർദ്ദേശം. വിജയ് ഹസാരെ ട്രോഫി ഏകദിനത്തിൽ പുതുച്ചേരിക്കെതിരെ കേരളത്തിന് 8 വിക്കറ്റ് ജയം. കേരളത്തിന്റെ വിഷ്ണു വിനോദിന് 84 പന്തിൽ നിന്ന് 162 റൺസ്. ISL 12-ാം സീസൺ അടുത്ത മാസം 14-ന്. നടത്തിപ്പിന് 14 കോടി നൽകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി ജയിലടച്ചതിൽ ലോകമെമ്പാടും പ്രതിഷേധം. US തീരുമാനത്തെ വിമർശിച്ച് ഭൂരിഭാഗം ലോകരാജ്യങ്ങൾ. ട്രംപിന്റെ വിദേശ നയത്തിന് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ അനുയായികളുടെ പിന്തുണ. US ഉപരോധങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയിൽ. വെനസ്വേലൻ ഓഹരി വിപണിയിൽ ഉയർച്ച. ചുമത്തപ്പെട്ട കുറ്റങ്ങൾ നിഷേധിച്ച് മദുറോ. സ്റ്റോറി ഓഫ് ദി ഡേ. വിശപ്പിന് വിലയിടാത്ത സ്നേഹ സംരംഭം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ പകുതിയോടെയാകും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നാണ് വിവരം. ഒറ്റഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കൂടുതൽ കേന്ദ്രസേന വേണമെന്ന് പശ്ചിമബംഗാളിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6-നായിരുന്നു. ഒറ്റഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് മെയ് 2-നും. അതുപോലെ തന്നെ ഒറ്റഘട്ടമായിട്ടായിരിക്കും സംസ്ഥാനത്ത് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 2-ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തിയ പശ്ചാത്തലത്തിൽ അത്തരമൊരു നിർദ്ദേശം ഉയർന്നു വന്നെങ്കിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്വീന്ദർ സിംഗ് സദ്ദു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. SIR നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് കേന്ദ്രസേനയെ അനുവദിക്കണമെന്ന് CE രത്തൻ യു ഖേൽക്കർ ആവശ്യപ്പെട്ടു. സമാന ആവശ്യം പശ്ചിമബംഗാളും ഉന്നയിച്ചിട്ടുണ്ട്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മെയ് 7-ന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ സർക്കാർ അധികാരത്തിലെത്തണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലിറങ്ങാൻ മുന്നണികൾ. തിരക്കിട്ട സീറ്റ് ചർച്ചകൾ 3 മുന്നണികളിലും ആരംഭിച്ചു. LDF-ൽ CPM കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥ CPM-ഉം CPI-യും ഇക്കുറി കർശനമാക്കില്ല. UDF-നുള്ളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ സാധ്യത കുറവ്. അതേസമയം ലീഗിന് കൂടുതൽ സീറ്റ് നൽകും. NDA-യിൽ BDJS കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നണികൾ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അനൗദ്യോഗികമായി തന്നെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ കളത്തിലിറങ്ങിയ മുന്നണികൾ പ്രാഥമിക ഘട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ്. CPM ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ 2 ടേം വ്യവസ്ഥ CPM-ഉം CPI-യും ഇക്കുറി കർശനമാക്കുന്നില്ല. 2 ടേം വ്യവസ്ഥ പാലിച്ചാൽ പ്രമുഖരും ജനകീയരുമായ പല MLA-മാരും മാറി നിൽക്കേണ്ടി വരുമെന്നതിനാൽ അത് തിരിച്ചടിയാകുമോ എന്ന് 2 പാർട്ടികളും ഒരുപോലെ ആശങ്കയിലാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുതൽ സീറ്റുകളും അതോടൊപ്പം സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പേരാമ്പ്ര, കുട്ടനാട്, തിരുവനന്തപുരം നോർത്ത് സീറ്റുകൾ വെച്ചുമാറണമെന്നാണ് ആവശ്യം. UDF-ൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ച 25 സീറ്റുകൾക്കപ്പുറം കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിനോട് പിടിവാശി കാട്ടേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇക്കുറി കോൺഗ്രസും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയില്ല. RSP ജയസാധ്യതയുള്ള സീറ്റുകൾ മതിയെന്ന നിലപാടിലാണ്. ചവറ കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. NDA-യിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം BDJS വളരെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ജയസാധ്യതയുള്ള സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ പ്രതീക്ഷയുള്ള സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ല എന്ന നിലപാടാണ് BJP-ക്കുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വട്ടിയൂർക്കാവും നേമത്തും CPM BJP ഡീലെന്ന് K മുരളീധരൻ. പിണറായിയെ മുന്നിൽ നിർത്തി CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് തങ്ങളുടെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതെന്നും K മുരളീധരൻ. വയനാട്ടിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം അടുത്തയാഴ്ച ആരംഭിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും K മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. നേരത്തെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ ആരോപിച്ച K മുരളീധരൻ നേമത്തും വട്ടിയൂർക്കാവിലും CPM BJP ഡീൽ എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞില്ല. അപ്പോൾ ഞാനിതിൽ അന്തർധാര മണക്കുന്നുണ്ട്. അത് ഈ 2 സീറ്റുകളും BJP കൊടുക്കാനുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. LDF പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് തങ്ങളുടെ ആത്മവിശ്വാസമെന്നും മുരളീധരൻ. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൻ്റെ ഒരു മുഖ്യ കണ്ണി മുഖ്യമന്ത്രിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിയാൽ ഞങ്ങൾക്ക് ജോലി കുറെ കൂടി എളുപ്പമായി എന്ന് പറയുന്നതിൻ്റെ കാരണം. ആർക്കും ഓഫറുകൾ നൽകി മുന്നണിയിലേക്ക് ക്ഷണിക്കില്ല. അതേസമയം വരുന്നവരുടെ മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനാണോ വ്യക്തിപരമായി താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരമാണോ ശരിക്കും വ്യക്തിപരമായ ഒരു ചോയ്സ് പാർട്ടി അങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ? അല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ ചുമതലയാണല്ലോ എനിക്കുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ എല്ലാവർക്കും വേണ്ടി 101 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാർട്ടി തീരുമാനിച്ചോട്ടെ. വയനാട് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം അടുത്തയാഴ്ച ആരംഭിക്കും. കനകോലുവിനെ മാത്രമല്ല വിവിധ സർവേകളെയും കൂടെ ആശ്രയിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് തയ്യാറാക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
നേമത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് തന്റെ അഭിപ്രായമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിയതാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യം മാറിയാലും അതിന് തുറക്കില്ല. UDF PR മുന്നണിയായി മാറിയെന്നും കേരളത്തിൽ മത്സരം PR മുന്നണിയും LDFും തമ്മിലെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുള്ള വിശദീകരണമാണ് ശരിയായ വിശദീകരണം. അതാണ് പാർട്ടിയുടെയും എൻ്റെ അഭിപ്രായം. വിജയം തോൽവിയുടെ പ്രശ്നമല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്ഥാനാർത്ഥിത്വമാണല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു. ഞാൻ എൻ്റെ വിശദീകരണം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വിശദീകരണം നൽകി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ള വിശദീകരണമാണ് എൻ്റെയും അഭിപ്രായം. അതുതന്നെയാണ് ഞാനും അംഗീകരിക്കുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം ഊഴത്തിനിറങ്ങുകയാണ് LDF. 10 വർഷത്തിന് ശേഷം VD സതീശന്റെ നേതൃത്വത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ UDF, രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJP പ്രതീക്ഷയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റം UDFന് വലിയ ആത്മവിശ്വാസം നൽകി. 100-ലധികം സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മൂന്നാം ഊഴം ഉറപ്പിക്കുകയാണ് LDF. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഘട്ടത്തിൽ മുന്നണികളുടെ ആത്മവിശ്വാസം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, പറഞ്ഞ പോലെ തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. നിലവിലെ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായും അനൗദ്യോഗികമാണെങ്കിൽ കൂടിയും വളരെ തകൃതിയായി തന്നെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെയും 3 മുന്നണികളിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇടതുമുന്നണി തന്നെയാണ്. കാരണം ഈ CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ഇടതുമുന്നണി ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. അതുകൊണ്ട് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായും വളരെ ഈ സോഷ്യൽ മാനേജ്മെന്റ് എന്നത് വളരെ ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് ചർച്ചകളൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേം വ്യവസ്ഥകളൊന്നും തന്നെ തൽക്കാലം പലയിടത്തും തന്നെ അത് പ്രായോഗികമല്ല എന്ന് CPM-ഉം CPI-യും കരുതുന്നു. കാരണം ജനകീയരും പ്രമുഖരുമായ നേതാക്കളെ ഒരു ഘട്ടത്തിൽ പോലും ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയോ മാറ്റി നിർത്താനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലർക്കും തന്നെ ഇളവുകൾ നൽകി വീണ്ടും അവരെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. മാത്രമല്ല ഈ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഈ ജോസ് കെ മാണിക്ക് കൂടുതൽ സീറ്റുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 74 സീറ്റിലാണ് CPM മത്സരിച്ചെങ്കിൽ ഇക്കുറി കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 27 സീറ്റ് തന്നെയാണ് CPI-ക്ക് ഉണ്ടാവുക. എന്നാൽ അത് സീറ്റ് മാറ്റി നൽകണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം തൽക്കാലം CPI ഉന്നയിക്കുന്നില്ല. എന്നാൽ ജോസ് കെ മാണി വിഭാഗം സീറ്റുകൾ വച്ചു മാറണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ മറ്റു ഘടകകക്ഷികളോ വീരേന്ദ്രകുമാർ ഭാഗമായാലും INL ഒക്കെയാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഘടകകക്ഷികൾ എല്ലാവരും പറയുന്നത് പോലെ അവരുടെയൊക്കെ പിടിവാശിക്ക് ഇക്കുറി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതീവ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്തായാലും അടുത്ത ആഴ്ച 9-ാം തീയതി LDF യോഗം ചേരുകയാണ്. LDF യോഗത്തിൽ സീറ്റ് ചർച്ചകളൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ കൂടി മേഖലാ ജാഥകൾ നടക്കുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ മേഖലാ ജാഥകളിലെ ക്യാപ്റ്റന്മാരെയൊക്കെ തീരുമാനിക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇപ്പോൾ തന്നെ സമ്പർക്ക പരിപാടികളും ഒക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഒപ്പം തന്നെ 12-ാം തീയതി ഉപവാസ സമരം നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ ജനദ്രോഹ നടപടികൾ ഒക്കെ ഉയർത്തി കാട്ടിയാണ് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. കേരളത്തോട് കാട്ടുന്ന വിവേചനം ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് ലക്ഷ്യമാക്കിയാണ് ഉപവാസ സമരമൊക്കെ നടത്തുന്നത്. അങ്ങനെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇടതുമുന്നണി ഇറങ്ങുന്നു. UDF-ഉം വലിയ രീതിയിൽ സീറ്റ് ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 93 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ UDF കോൺഗ്രസ് മത്സരിച്ചെങ്കിൽ ഇക്കുറി സീറ്റ് അത്രയും സീറ്റുകൾ മത്സരിക്കുന്ന സാധ്യത കുറവാണ്. കാരണം മുസ്ലിം ലീഗ് 25 സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ച് ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ സീറ്റുകൾ തന്നെ വിട്ടു നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇത്തവണ യാതൊരു വിധത്തിൽ ഘടകകക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മത്സരമോ മൽപ്പിടുത്തമോ വേണ്ട എന്ന് തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 100 സീറ്റുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ചിന്തന ശിബിരം വയനാട്ടിൽ നടന്ന യോഗത്തിലൊക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രമുഖരെയൊക്കെ കളത്തിലിറക്കുന്നു. നിലവിൽ സിറ്റിംഗ് MLA-മാർ പലരും മത്സരിക്കുമെങ്കിലും പഴയതുപോലെ എല്ലാവരെയും ആവശ്യപ്പെടുന്നവരൊക്കെ തന്നെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ജനകീയരായവരും അവരുടെ മണ്ഡലത്തിൽ അവർ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തന മികവ് കാട്ടിയെന്നൊക്കെ കൃത്യമായി തന്നെ കണക്കാക്കുന്നു. കാരണം ഈ കനകലുവിൻ്റെ ആ ഒരു സർവേയൊക്കെ തന്നെ കൃത്യമായി അവർ അടിസ്ഥാനമാക്കി തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സിറ്റിംഗ് MP-മാർ
കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ജനകീയരായ എം പിമാർ ഷാഫി പറമ്പിലിൻ്റെ പേര് കേൾക്കുന്നു. ഒപ്പം തന്നെ ഹൈബി ഈഡൻ മത്സരിക്കാനുള്ള സാധ്യത, കെ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യത, പത്തനംതിട്ടയിൽ അടൂർ പ്രകാശിൻ്റെ പേര് പോലും കേൾക്കുന്നുണ്ട്. അങ്ങനെ ജനകീയരെ എം പിമാരെ കൂടി കളത്തിലിറക്കി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ സൂക്ഷ്മതയോടെയാണ് മുന്നണികൾ അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നത്. ഒട്ടും വിഭിന്നമല്ല NDAയുടെ കാര്യവും. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന തിരുവനന്തപുരത്തെ 3 ജില്ലകളിലെ 3 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലേക്ക് ഏറ്റവും പ്രമുഖർ തന്നെ കളത്തിലിറങ്ങും. BDJSും വലിയ രീതിയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെ ലഭിക്കണമെന്ന ആവശ്യമൊക്കെ വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും അടുത്ത ആഴ്ച മുതലായിരിക്കും 3 മുന്നണികളും എല്ലാ അർത്ഥത്തിലും വളരെ സജീവമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി പോലും സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. കാരണം ദിവസം വളരെ കുറവാണ്. ഏപ്രിൽ 2ാം വാരത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അമ്പിളി. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ 3 മുന്നണികളും സംസ്ഥാനത്ത് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് പ്രകടിപ്പിക്കുന്നത്. വിശദമായ വിലയിരുത്തലാണ് ആൻഫ്ലി ഡിസൂസ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പല നിർണായക ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ല. പക്ഷേ ഇന്ന് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടന്നത് വൻ ഗൂഢാലോചനയെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും അന്വേഷണം അട്ടിമറിക്കാൻ പ്രതികൾ ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയെന്ന് SIT. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് SITയുടെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുവാൻ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും കൂടി ഗൂഢാലോചന നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് SIT ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. കേസിലെ 10ാം പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും 3 പ്രതികളും ബാംഗ്ലൂരിൽ ഒത്തുകൂടി കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് SIT പറയുന്നു. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും മാത്രമല്ല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി പോലും മോഷ്ടിക്കാൻ പ്രതികൾക്ക് വിശദമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും SIT പറയുന്നു. 1995 വർഷം മുതൽ ശബരിമലയിൽ സ്ഥിര സന്ദർശകനായിരുന്ന ഗോവർദ്ധന് UB ഗ്രൂപ്പ് 1998 സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ വിവരം അറിയാമായിരുന്നു. വാങ്ങിയ സ്വർണത്തിന് 14.97 ലക്ഷം രൂപ നൽകിയെന്ന ഗോവർദ്ധന്റെ വാദം കുറ്റകൃത്യത്തിൽ തന്നെ അയാൾക്ക് എതിരെയുള്ള തെളിവാണെന്നും SIT പറയുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോഷണ സ്വർണം വാങ്ങിയതിനാൽ ഗോവർദ്ധൻ സ്വർണ്ണക്കൊള്ളയിലെ കൂട്ടുപ്രതിയാണെന്നും SIT വാദിക്കുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലാത്തതിനാലും എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന്റെ പൂർണ്ണമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്തതിനാലും ഗോവർദ്ധന് ജാമ്യം നൽകരുതെന്നാണ് SIT കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. ഇന്ന് ബെഞ്ചിന്റെ സിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനാകില്ലെന്നും വിശദമായി പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ദേവസ്വത്തിന്റെ ഭരണപരമായ പദവിയിലിരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിൽ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നതെന്നും കൂട്ടായ്മയിലല്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നുമാണ് പത്മകുമാറിന്റെ വാദം. 40 ദിവസത്തോളമായി ജയിലിലാണെന്നും ശാരീരിക അസ്വാസ്ഥ്യമുണ്ടെന്നും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണെന്നുമാണ് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഹർജിയിൽ വാദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച 400 ഗ്രാമിലധികം സ്വർണം ശബരിമലയിലേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 10 ലക്ഷം രൂപ DD-ആയും 10 പവൻ മാലയായും തിരികെ നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ 1.5 കോടി രൂപ ക്ഷേത്രത്തിന് നൽകിയ തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഗോവർദ്ധന്റെ വാദം. VD സതീശനെ കുടുക്കാൻ CBI എത്തുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പ്രതിപക്ഷത്തെ കുരുക്കാനാണോ VD സതീശനെതിരായുള്ള സർക്കാർ നീക്കം? എന്തായാലും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം ദുരൂഹമെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ. പുനർജനിക്കായി മാത്രം മണപ്പാട്ട് ഫൗണ്ടേഷൻ പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതായും വിദേശത്തു നിന്ന് പിരിച്ചെടുത്ത പണം വന്നത് ഈ അക്കൗണ്ടിലേക്കാണെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും 2018 നവംബർ 27 മുതൽ 2022 മാർച്ച് 8 വരെ ആ അക്കൗണ്ടിലൂടെ വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി 1.27 കോടി രൂപ പിരിച്ചെടുത്തതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറന്റ് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചത്.
അതേസമയം UK-യിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOUവും ഒപ്പുവെച്ചിട്ടില്ല. സാധാരണഗതിയിൽ NGO-കൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ MOU ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അത്തരത്തിലൊരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടില്ല എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK-യിലേക്ക് പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി ഈ ടിക്കറ്റ് തരപ്പെടുത്തിയത്. ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK-യിലെ താമസ സൗകര്യങ്ങളും മറ്റു ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇബ്രാഹിം കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ഭൗതികദേഹം കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. പഴയ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തെയും കളമശ്ശേരിയെയും പ്രതിനിധീകരിച്ച ജനപ്രതിനിധി പൊതുമരാമത്തും വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്തപ്പോൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും വകുപ്പുകൾ ഭരിച്ച മന്ത്രിയായിരുന്നു അദ്ദേഹമെന്ന് VD സതീശൻ അനുസ്മരിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാട് UDF-ന് വലിയ നഷ്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹം വ്യവസായ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഭരിച്ചപ്പോൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി നന്നായി ആ വകുപ്പുകൾ ഭരിച്ച ഒരാളാണ്. വളരെ സൗമ്യമായ ആളുകളോട് ഇടപഴകുകയും സ്നേഹപൂർണമായ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. കളമശ്ശേരി പാലക്കമുകൾ ജുമാ മസ്ജിദിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് അന്ത്യോപചാരം അർപ്പിച്ചത്. തുടർന്ന് ഭൗതികദേഹം സൗത്ത് കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചു. MP ബെന്നി ബെഹനാൻ, MLA അൻവർ സാദത്ത് തുടങ്ങിയവരും ഇബ്രാഹിം കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ആലങ്ങാട് ചിറയത്തെ വീട്ടിലേക്ക് മാറ്റി. നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കുക. അമൃത ന്യൂസ്, കൊച്ചി. മലബാറിനപ്പുറം മധ്യകേരളത്തിൽ ലീഗിന്റെ സാന്നിധ്യം അറിയിച്ച VK ഇബ്രാഹിം കുഞ്ഞ് പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്നു. 2006 മട്ടാഞ്ചേരിയിൽ നിന്നും 2011 2016 കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ്. വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിച്ചടിയായത് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. എറണാകുളം ജില്ലയിലെ കൊങ്ങൂർപ്പിള്ളിയിൽ VU ഖാദറിന്റെയും ചിത്തുമ്മയുടെയും മകനായാണ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജനനം. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആരംഭം. പിന്നീട് യൂത്ത് ലീഗ്, ജില്ലാ മുസ്ലിം ലീഗ് എന്നിവയുടെ ഭാരവാഹിയായി. യൂത്ത് ലീഗ് പ്രവർത്തനത്തിലൂടെ വളർന്ന ഇബ്രാഹിം കുഞ്ഞ് ലീഗ് അനുകൂല തൊഴിലാളി സംഘടനയിലും സജീവമായിരുന്നു. 5 വർഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. പിന്നീട് സംസ്ഥാന തലത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ചു. 2001 മട്ടാഞ്ചേരിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിൽ വിജയിച്ചു. 2006 മട്ടാഞ്ചേരിയിൽ നിന്നും 2011 2016 കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിലെത്തി. 2005 ജനുവരിയിൽ ഐസ്ക്രീം പാർലർ വിവാദത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ പകരക്കാരനായത് VK ഇബ്രാഹിം കുഞ്ഞാണ്. MLA ആയ ആദ്യ ടേമിൽ തന്നെ മന്ത്രിയായതോടെ ലീഗിന്റെ പ്രധാന നേതാക്കളുടെ പദവിയിലേക്ക് ഇബ്രാഹിം കുഞ്ഞ് ഉയർന്നു. 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നതിനു പിന്നാലെ ശ്വാസകോശാർബുദം ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കി. തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഡയറക്ടർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. വളരെ സൗമ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, വളരെ വിനയത്തോടെയാണ് അദ്ദേഹം നിയമസഭയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിലാണെങ്കിലും മറ്റ് പൊതുപരിപാടികളിലാണെങ്കിലും എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി സജീവ പ്രവർത്തനത്തിന് സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന പോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്.
ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC. പ്രതിദിന വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം. ഇന്നലെ മാത്രം നേടിയത് 13 കോടി 1 ലക്ഷം രൂപ. ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പ്രശംസിച്ച മന്ത്രി KB ഗണേഷ് കുമാർ പ്രിയ നടൻ മോഹൻലാൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറാകുമെന്ന സന്തോഷവും പങ്കുവച്ചു. പുതുവർഷത്തിലാണ് KSRTCയുടെ പുത്തൻ നേട്ടം. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരുന്ന കാലത്തു നിന്നുമുള്ള വൻ കുതിപ്പ്. അസാധ്യമായ ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി KSRTCയുടെ ജീവനക്കാർ തെളിയിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. KSRTCയുടെ ഈ ചരിത്ര വിജയം KSRTCയുടെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. എന്നേക്കുമായി അടച്ചുപൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളും പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ എല്ലാ രംഗത്തും KSRTC കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി KSRTC നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. KSRTCയുടെ ഈ ട്രാവൽ കാർഡ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ ജനസ്വീകാര്യതയാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. വിജയചിത്രം വ്യക്തമാക്കുന്നതിനൊപ്പം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ KSRTCയുടെ അംബാസഡറാകുമെന്ന കാര്യവും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മോഹൻലാൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം KSRTCയുടെ ഗുഡ്വിൽ പണം വാങ്ങിക്കൊണ്ടല്ല, സൗജന്യമായി. അതുകൊണ്ടാണ് അദ്ദേഹം അംബാസഡർ, നമ്മുടെ ബ്രാൻഡ് അംബാസഡർ അല്ല, ഗുഡ്വിൽ അംബാസഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം. അടച്ചുപൂട്ടലിൽ നിന്ന് പ്രതിദിനം കോടികളുടെ ലാഭം കൊയ്യുന്ന തരത്തിലേക്ക് KSRTC വളരാൻ രാഷ്ട്രീയത്തിന് അതീതമായി ട്രേഡ് യൂണിയൻ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് മദ്യം നൽകി അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. പീഡന വിവരം പോലീസിനെ അറിയിക്കുന്നതിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നും അധ്യാപകനെതിരെ സ്കൂൾ നടപടി സ്വീകരിച്ചില്ലെന്നും AEO സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പീഡന വിവരം അറിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സ്കൂൾ അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയില്ലെന്നും രക്ഷിതാക്കളുടെ നിസ്സഹകരണവും വിഷയത്തിൽ പ്രശ്നമായെന്നും AEO സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. രക്ഷിതാക്കളുടെ നിസ്സഹകരണം കണക്കിലെടുക്കാതെ സ്വമേധയാ സംഭവം അറിഞ്ഞ ഉടൻ അധികൃതർക്ക് പരാതി നൽകാമായിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാതെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനോ രാജി എഴുതി വാങ്ങാനോ ശ്രമിച്ചില്ലെന്നും അധ്യാപകനെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. AEOയുടെ കണ്ടെത്തലിനു പുറമെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും നേരത്തെ സ്കൂളിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. പീഡന വിവരം അറിഞ്ഞിട്ടും അത് സ്കൂൾ അധികൃതർ ദിവസങ്ങളോളം മറച്ചുവെച്ചെന്നും പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിഷയം ചൈൽഡ് ലൈനിൽ പരാതിയായി നൽകുന്നതെന്നും റിപ്പോർട്ടിൽ നേരത്തെ പരാമർശിച്ചിരുന്നു. ഡിസംബർ 18-നാണ് വിദ്യാർത്ഥി സഹപാഠിയോട് പീഡന വിവരം തുറന്നു പറയുന്നത്. സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായ അനിലിനെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ സുഹൃത്തുക്കൾ വീടുകളിൽ വിവരം പറയുകയും വീട്ടുകാർ പോലീസിലും ചൈൽഡ് ലൈനിലും വിഷയം അവതരിപ്പിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്. തമിഴ്നാട് തിരുപ്രംകുണ്ട്രം മലമുകളിലെ കാർത്തിക ദീപം തെളിയിക്കൽ വിവാദത്തിൽ തമിഴ്നാട് സർക്കാരിന് കനത്ത തിരിച്ചടി. DMK സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുകയാണെന്ന് മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചു. തൂണിൽ ദീപം തെളിയിക്കുന്നത് ഭക്തർക്ക് കാണാനാണെന്നും കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. തമിഴ്നാട്ടിലെ മധുര തിരുപ്രംകുണ്ട്രത്ത് ദർഗയോട് ചേർന്ന വിളക്കുകാലിൽ ദീപം തെളിയിക്കാനാണ് കോടതി അനുമതി നൽകിയത്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് അനുമതി നൽകിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് G. ജയചന്ദ്രൻ, ജസ്റ്റിസ് KK രാമകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കേസിൽ ദീപം തെളിയിക്കുന്നത് വിലക്കുന്നതിനാവശ്യമായ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു. വിധി പറയുന്നതിനിടെ DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചു. ഒരു പ്രത്യേക ദിവസം ദേവസ്ഥാനം പ്രതിനിധികൾ പ്രത്യേക സ്ഥലത്ത് ദീപം തെളിയിക്കുന്നത് എങ്ങനെ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി ചോദിച്ചു. സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്താൽ മാത്രമേ അത്തരമൊരു പ്രശ്നമുണ്ടാകൂ. രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു സംസ്ഥാനവും ഇത്രത്തോളം തരം താഴില്ലെന്നും കോടതി വ്യക്തമാക്കി. തിരുപ്രംകുണ്ട്രം കുന്നിൻമുകളിലെ ഹസ്രത്ത് സിക്കന്ദർ ബാദുഷാ ദർഗയ്ക്ക് സമീപത്തുള്ള സർവേ കുറ്റിയിൽ ദീപം തെളിയിക്കാൻ അനുവദിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി GR സ്വാമിനാഥൻ ഉത്തരവിട്ടതാണ് പ്രശ്നം ആളിക്കത്തിച്ചത്. അന്ന് ജഡ്ജിയെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് ഇന്ത്യ മുന്നണിയിലെ MP മാർ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
കരൂർ ദുരന്തത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടനും TVK നേതാവുമായ വിജയ്ക്ക് CBI സമൻസ് ജനുവരി 12-നാണ് ഹാജരാകാൻ നിർദ്ദേശം. കരൂർ ദുരന്തമുണ്ടായി 4 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായാണ് വിജയ് ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പോകുന്നത്. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയ് എത്തിയിരുന്നില്ല. TVK നേതാക്കളായ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ, ആധവ് അർജുന എന്നിവരെ CBI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിജയെ ചോദ്യം ചെയ്യാനുള്ള CBIയുടെ നീക്കം. പുതുച്ചേരിക്കെതിരായ വിജയ് ഹസാരെ ട്രോഫി മത്സരത്തിൽ കേരളത്തിന് ജയം. 47.4 ഓവറിൽ പുതുച്ചേരി ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം കേരളം 8 വിക്കറ്റ് ശേഷിക്കെ 29 ഓവറിൽ മറികടന്നു. വെടിക്കെട്ട് ബാറ്റർ വിഷ്ണു വിനോദിന്റെ സെഞ്ചുറിയാണ് കേരളത്തിന് തുണയായത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ പുതിയ സീസൺ ഫെബ്രുവരിയിൽ 14-ന് നടക്കും. കളിക്കാൻ സന്നദ്ധമാണെന്ന് ക്ലബ്ബുകൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചു. ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വേദിയാകും. ശനിയാഴ്ച ചേർന്ന ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അടിയന്തര യോഗം AIFF ISL കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. 14 ടീമുകൾ ഇത്തവണ കളത്തിലിറങ്ങും. സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം പിടികൂടി ജയിലിലാക്കിയത് ആഘോഷമാക്കി വെനസ്വേലൻ ഓഹരി വിപണി. കാരക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ BVC ഇന്നലെ 17% മുന്നേറിയത്. 367 പോയിന്റ് നേട്ടവുമായി സൂചിക 2598-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ നേട്ടമാണിത്. വെനസ്വേലയുടെ ഭരണ നിയന്ത്രണം ഇനി പരോക്ഷമായി അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഓഹരി വിപണിയുടെ കുതിപ്പ്. അമേരിക്ക ഇടപെടുന്നതോടെ വെനസ്വേലയ്ക്ക് മേലുള്ള ഉപരോധങ്ങളെല്ലാം നീങ്ങുമെന്നാണ് പ്രതീക്ഷ. ഇൻഡോറിൽ മലിനജലം കുടിച്ച് ഒരാൾ കൂടി മരിച്ചതായി റിപ്പോർട്ട്. ഇതോടെ മരണം 17 ഉയർന്നു. പുതുതായി രോഗം സ്ഥിരീകരിച്ച 38 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 15 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. നിലവിൽ 142 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ രോഗികൾ ചികിത്സയ്ക്കെത്തുന്നതും ആളുകൾ മരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. അമേരിക്കൻ സൈന്യം പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കോടതിയിൽ ഹാജരാക്കി. താൻ അമേരിക്കയുടെ യുദ്ധത്തടവുകാരനാണെന്ന് പറഞ്ഞ മദുറോ ചുമത്തിയ കുറ്റങ്ങൾ നിഷേധിച്ചു. നിരപരാധിയാണെന്നും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും മദുറോ കോടതിയിൽ പറഞ്ഞു. കേസ് ഇനി മാർച്ച് 17-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം മദുറോയെ തടവിലാക്കിയ നടപടിയെ UN രക്ഷാസമിതിയിൽ അംഗരാജ്യങ്ങൾ കടുത്ത ഭാഷയിൽ അപലപിച്ചു. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കൻ നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രൂക്ലിൻ ജയിലിൽ നിന്ന് ജയിൽ വസ്ത്രം ധരിപ്പിച്ചാണ് കൈകളിൽ വിലങ്ങ് വെച്ച് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെ മാൻഹാറ്റൻ കോടതിയിൽ ഹാജരാക്കിയത്. മദുറോയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി അഭിഭാഷകനായ ബാരി പൊളാക്ക് കോടതിയിൽ ഹാജരായി. പരിഭാഷകന്റെ സഹായത്തോടെ സംസാരിച്ച മദുറോ താൻ നിരപരാധിയാണെന്നും മാന്യനായ ഒരു മനുഷ്യനാണെന്നും ഇപ്പോഴും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും കോടതിയിൽ പറഞ്ഞു. ഭാര്യ സിലിയയും കുറ്റം നിഷേധിച്ചു. മദുറോയുടെ അറസ്റ്റിനെതിരെ ശക്തമായ നിയമപോരാട്ടം നടത്തുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അറസ്റ്റിനിടെ സിലിയ ഫ്ലോറസിന് പരിക്കേറ്റതായും അവർക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു. 2020-ൽ രജിസ്റ്റർ ചെയ്ത ലഹരിക്കടത്തു കേസിലാണ് ഇരുവരും വിചാരണ നേരിടുന്നത്. നാർക്കോ ടെററിസം, മാരകായുധങ്ങളും മെഷീൻ ഗണ്ണുകളും നിയമവിരുദ്ധമായി കൈവശം വെച്ചു അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്നു കടത്താൻ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മദുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മദുറോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും മുദ്രാവാക്യം വിളികളോടെ നിരവധി പേരാണ് കോടതി പരിസരത്തേക്ക് എത്തിയത്. വെനിസ്വേലയിൽ മദുറോയുടെ വിശ്വസ്തയും വൈസ് പ്രസിഡന്റുമായ ഡെൽസി റോഡ്രിഗോസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ് മദുറോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്കൻ നടപടിക്കെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയർത്താൻ അവർ തയ്യാറായില്ല. വെനിസ്വേലയിൽ ക്രമസമാധാനം നിലനിർത്താൻ റോഡ്രിഗസിന് കഴിയുമെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ശനിയാഴ്ച പുലർച്ചെയാണ് വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് മദുറോയെയും ഭാര്യയെയും US സൈന്യം പിടികൂടിയത്. ആദ്യം ഹെലികോപ്റ്ററിൽ കരീബിയൻ കടലിലെ അജ്ഞാതമായ സ്ഥലത്തുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പലിലേക്ക് മാറ്റി. പിന്നീട് ഗ്വാണ്ടനാമോയിലെ US നാവിക കേന്ദ്രത്തിലെത്തിച്ചു. പിന്നീട് വിമാനത്തിൽ ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ തടവുപാളയത്തിൽ പാർപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.
മദ്യലഹരിയിൽ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാന്റെ അഭ്യാസം. 5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്തി. ഇതിനിടെ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി ആനയുടെ അടിയിലേക്ക് വീണു. ഹരിപ്പാട് സ്കന്ദന്റെ പാപ്പാനെ കൊട്ടിയം അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി സാഹസം കാണിച്ചത്. ആനയുടെ 1-ാം പാപ്പാൻ ഉൾപ്പെടെ മദ്യലഹരിയിലാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പാപ്പാനെ കൊന്നതിനെ തുടർന്ന് മാസങ്ങളായി തളച്ചിട്ടിരിക്കുന്ന ആനയുടെ അടുത്തായിരുന്നു സ്വന്തം കുഞ്ഞുമായി പാപ്പാന്റെ സാഹസം. അതിരപ്പിള്ളിയിൽ അമ്പലത്തിന് നേരെ കാട്ടാനാക്രമണം. തൊട്ടടുത്ത ലയങ്ങളും ആനകൾ പൊളിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്തുള്ള തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാനാക്രമണമുണ്ടായത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. അമ്പലത്തിൽ കയറിയ ആനകൾ ശ്രീകോവിലിന്റെ കട്ടിലയും തൊട്ടടുത്തുള്ള ഓഫീസിന്റെ വാതിലും തകർത്ത സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. നിരന്തരമായുള്ള കാട്ടാനാക്രമണത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇന്ന് കാലത്ത് ഞാൻ വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നതാണ് അമ്പലത്തിൽ. വന്നപ്പോൾ ഈ സംഭവം നമ്മൾ ഇതുമാതിരി ഒരു തെങ്ങൊക്കെ ആദ്യം മറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിൻ്റെ കട്ടില വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തകർന്നത്, എല്ലാ ശ്രീകോവിലിൻ്റെ കോവിൽ തകർത്തു, എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. അമ്പലത്തിനോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച അകത്തുകയറിയ ആനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. 1 മാസം മുൻപ് തൊട്ടടുത്തുള്ള പള്ളിയും കാട്ടാനക്കൂട്ടം ആക്രമിച്ചിരുന്നു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. ആനപ്പേടി മൂലം ഈ ഭാഗത്തുള്ള തൊഴിലാളികൾ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് വാടക വീടുകളിലാണ് താമസം. അതുമൂലമാണ് ആളപായം ഒഴിവായത്. ലയങ്ങൾ ആന നശിപ്പിക്കാതിരിക്കുന്നതിന് ലയങ്ങൾക്ക് ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെന്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.